അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കളും ഏറ്റവും ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിത്വവുമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ കാലം മുമ്പേ ഈ ഭൂമി ലോകത്ത് മനുഷ്യർക്കിടയിൽ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന പ്രവാചകന്മാർ, അവരെല്ലാം അവരുടെ ശേഷം വരുന്ന ഒരു പ്രവാചകനെ ഉയർത്തിക്കാണിക്കുകയും ആ പ്രവാചകരിലൂടെ നന്മകൾ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഈ വിഷയം സൂചിപ്പിച്ചത് കാണാം. ഇന്ന അഹ്ലൽ കിതാബ്, പൂർവവേദത്തിൻ്റെ വക്താക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ അറിയാം. ഈ വിധം പൂർവവേദ ഗ്രന്ഥത്തിൻ്റെ വക്താക്കളായ മനുഷ്യർക്ക്, നേരത്തെ കഴിഞ്ഞുപോയ മനുഷ്യ സമൂഹത്തിന്, അമ്പിയാക്കൾക്കും അവരുടെ സമൂഹങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ നല്ല രീതിയിൽ അറിയാം. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കളെല്ലാം അവരുടെ സമൂഹത്തിന് നന്മകൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ നന്മ ശേഖരിച്ചതും ആ നന്മ ജീവിതത്തിലേക്ക് പകർത്തിയതും മുന്നബിതങ്ങളിൽ നിന്നായിരുന്നു. മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരെല്ലാം ഇത് പഠിപ്പിച്ചത് കാണാം. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി. കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കളെല്ലാം മുത്തുനബിതങ്ങളിൽ നിന്ന് ശേഖരിച്ച ചെറിയ വിഭവം മാത്രമാണ് നബിതങ്ങളുടെ അറിവിലേക്കും നബിതങ്ങളുടെ മഹത്വത്തിലേക്കും ചേർത്തി നോക്കുമ്പോൾ. വകുല്ലു ആയിൻ തർറുസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിമി. കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കൾ കൊണ്ടുവന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും അതെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളതായിരുന്നു. തങ്ങളുടെ പ്രകാശത്തോട് ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിൽ പലരും പലപ്പോഴായിട്ട് ചോദിച്ചത് കാണാം, നബിയെ, അങ്ങ് എപ്പോഴാണ് പ്രവാചകരായത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി പല പശ്ചാത്തലങ്ങളിൽ നമുക്ക് വായിക്കാൻ കിട്ടും. അതിലൊന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഭൗതിക ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്നതിൻ്റെയും മുമ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകൻ എന്ന മഹത്വം സ്ഥിരപ്പെട്ടതാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം, മനുഷ്യൻ എന്ന ജീവിയെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ്റെ പൊസിഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്ക്, ഈ പ്രപഞ്ചത്തിൽ എത്രമാനം ജീവികൾ കാണാം. മനുഷ്യനേക്കാൾ വലുപ്പത്തിൽ വളരെ മുന്നിലുള്ളതാണ് ആന. മനുഷ്യനേക്കാൾ ശൗര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് സിംഹം. മനുഷ്യനേക്കാൾ ഭാരം കൊണ്ട് എത്രയോ മുന്നിൽ നിൽക്കുന്നതാണ് തിമിംഗലം. മനുഷ്യനെക്കാൾ പല വിഷയങ്ങളിലും, കേൾവിയിൽ, കാഴ്ചയിൽ മുന്നിൽ നിൽക്കുന്ന ജീവികളെ കാണാം. പക്ഷേ ഈ ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്തൊരു മഹത്വം അല്ലാഹു മനുഷ്യനെ ഡിസൈൻ ചെയ്തു വെച്ചു. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യന് ഒരു മേൽക്കോയ്മ അല്ലാഹു പ്രഖ്യാപിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യൻ ഇടപെടുന്ന ജീവിയാണ്. കടലിന് ഫിഷറീസ് വകുപ്പ് മന്ത്രി തിമിംഗലമല്ല, മനുഷ്യരിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്. വനം വകുപ്പിൽ
മനുഷ്യരിൽ ഭരണാധികാരിയുണ്ട്. അങ്ങനെ കടലും കരയും വ്യത്യാസമില്ലാതെ, നാടും കാടും വ്യത്യാസമില്ലാതെ, മണ്ണും വിണ്ണും വ്യത്യാസമില്ലാതെ പ്രപഞ്ചത്തിൽ ഇടപെടുന്ന ഏക ജീവി എന്ന പൊസിഷൻ അള്ളാഹു മനുഷ്യൻ അനുവദിച്ചതാണ്. ഈ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഡിസൈൻ ചെയ്ത ഈ പൊസിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഏതാണ്? മർമ്മം വിവേകമാണ്. മനുഷ്യന് ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഹമലഹൽ ഇൻസാൻ. ആകാശങ്ങൾക്കും ഭൂമിക്കും ഒന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത മഹത്തായൊരു ദൗത്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്ത ഏക ജീവിയാണ് വഹമലഹൽ ഇൻസാൻ. മനുഷ്യനത് ഏറ്റെടുത്തു. ഏതാണ് ആ ദൗത്യം? ആ ദൗത്യം അള്ളാഹുവിനെ അറിഞ്ഞ് ആസ്വദിച്ചാരാധിക്കുക എന്നതാണ് മനുഷ്യന്റെ ദൗത്യം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ഈ പ്രപഞ്ചത്തിലുള്ള ആകാശത്തിലുള്ള ജീവികളും ആകാശത്തിലുള്ള വസ്തുക്കളും ഭൂമിയിലുള്ള ജീവികളും മറ്റു വസ്തുക്കളുമെല്ലാം യുസബ്ബിഹു ലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം വിളിച്ചോതുന്നുണ്ട്. നാം ഈ ഇരിക്കുന്ന ഈ പ്രദേശത്തെ ഒരു ചെടിയെടുത്താൽ, ഒരു പുൽക്കൊടിയെടുത്താൽ അതിലെ ഒരു ഇലയുടെ കളർ ഏതാണ്? പച്ചയാണ്. ആ കളറ് എവിടെ നിന്ന് ലഭിച്ചതാണ്? അത് നേരെ ടച്ച് ചെയ്ത് തൊട്ട് നിൽക്കുന്നത് മണ്ണിനോടാണ്. ആ മണ്ണിന്റെ കളറ് ചുവപ്പാണ്, പക്ഷേ ഇലയിൽ കളറ് പച്ചയാണ്. ആരാണിതിന്റെ പിന്നിലെന്ന് ചോദിച്ചാൽ ആ പുൽക്കൊടി പറയുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ഇതിനൊക്കെ ശേഷിയുള്ള ഒരു സൃഷ്ടാവുണ്ടെന്ന്. ആ പുൽക്കൊടിയുടെ സാഹചര്യ ഭാഷ കൊണ്ട് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഒന്നുകൂടി ഒരു ബോട്ടണി വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവൻ പറയും, ഈ പുൽക്കൊടിയുടെ അതിൻ്റെതായ ആ ഊർജ വിതരണവും ഊർജ സംഭരണവും അതിന് ഏറ്റവും പ്രധാനമായ മറ്റൊരു സ്രോതസ് കിടക്കുന്നത് സൂര്യനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശത്തെ ഈ വളപ്പിലെ അല്ലെങ്കിൽ ഈ പറമ്പിലെ ഒരു തെങ്ങ്, ആ തെങ്ങൊന്ന് നോക്കിയാൽ അത് മറ്റ് ചില ഭാഗങ്ങളിലേക്ക് ചിലപ്പോഴൊക്കെ ചെരിഞ്ഞു പോകുന്നത് കാണാം. എന്തിനാണതിങ്ങനെ ചെരിഞ്ഞു പോകുന്നത്? അതിന് കൃത്യമായി സൂര്യപ്രകാശം കിട്ടാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ഇത് ചെരിഞ്ഞു പോകുന്നത് കാണാം. സൂര്യന്റെ പ്രകാശം ഈ ചെടികൾക്ക് ആവശ്യമാണ്. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ദൂരെയുള്ള ഈ സൂര്യനിൽ നിന്ന് ഊർജം ശേഖരിക്കാൻ ഈ സസ്യജാലങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് ആവശ്യകത നിർണയിച്ചത്, അങ്ങനെ ഒരു ഘടന ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ ഒരു അല്ലാഹു ഉണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവകളൊന്നും ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരല്ല. അത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അറിവുകൾ നേടിയിട്ട് ആ അറിവിലൂടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന ദൗത്യം ജീവിതം കൊണ്ട് ഏറ്റെടുത്ത ഏക ജീവി അത് മനുഷ്യനാണ്. അതുകൊണ്ട് വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യർക്ക് അങ്ങനെ ഒരു ആദരവ് നമ്മൾ നൽകിയിരിക്കുന്നു. ആദരവിന് എല്ലായിടത്തും കാരണമുണ്ടാകും. ഇവിടെ നമ്മൾ പരിപാടിയുടെ തുടക്കത്തിൽ
ബഹുമാനപ്പെട്ട മൊയ്തുക്കയെ ആദരിച്ചു. കാരണം പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുക അതൊരാദരവാണ്. ആദരവിനർഹമായൊരു കാരണമാണത്. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കേന്ദ്രമാണ്. അള്ളാഹുവിൻ്റെ വീടെന്ന സവിശേഷതയുള്ള ഒരു വലിയ പവിത്രമായ ഇടമാണ്. അതിനോട് എപ്പോഴും ഇടപെട്ട് കഴിയുന്നവൻ വലിയ ഭാഗ്യശാലിയാണ്, വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതുപോലെ മനുഷ്യന് നൽകിയ ഉത്തരവാദിത്വമാണ് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുക എന്നത്. ഈ അറിഞ്ഞാരാധിക്കാൻ മനുഷ്യൻ തുനിയുന്ന സമയത്ത് മനുഷ്യൻ അതിനുള്ള ചില റൂട്ടുകൾ, ചില സബീലുകൾ, ചില വേ അത് അള്ളാഹു തീരുമാനിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിച്ച് പഠിക്കണം മനുഷ്യൻ. മനുഷ്യന്റെ അറിവിന് മറ്റ് ജീവജാലങ്ങളുടെ അറിവിൽ നിന്ന് കുറച്ചും കൂടി സവിശേഷതയുണ്ട്. എന്താണ് ആ സവിശേഷത? അള്ളാഹു എല്ലാ ജീവജാലങ്ങൾക്കും അറിവ്, അതിൻ്റെ മറാഫിഖ്, അതിൻ്റെ ജീവിതാവശ്യങ്ങൾ സംവിധാനിച്ചത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ മോഡലാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു കോഴിക്കുഞ്ഞ്, ഇപ്പൊ പൊതുവെ കോഴിക്കുഞ്ഞിനെയൊക്കെ കണ്ട് ശീലം കുട്ടികൾക്കൊക്കെ കുറവായിരിക്കും. കുറച്ചു മുമ്പൊക്കെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയുന്നത് കാണാം. വിരിഞ്ഞിട്ട് 1, 2, 3 മണിക്കൂറാകുമ്പോഴേക്ക് തള്ളക്കോഴി ഒന്നും കുറുകി വിളിച്ചാൽ നുറുക്കരിയിട്ട് കൊടുത്തത് തിന്നാൻ വേണ്ടി ആ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് കാണാം. തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിസരത്തുകൂടെ ഒരു കാക്ക പറന്നു പോകുമ്പോൾ അതിൻ്റെ നിഴലൊന്ന് ഭൂമിയിൽ പതിയുമ്പോൾ ഒരു പ്രത്യേക സൈറൺ ആ തള്ളക്കോഴി മുഴക്കുന്ന സമയത്ത് ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി ആ ഈ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിലേക്ക് ഒളിക്കുന്നത് കാണാം. ആരാണിത് പഠിപ്പിച്ചത്? കാട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാട്ടിൽ ജീവിക്കുന്ന ഈ നൽക്കാലി മൃഗം വലിയ ശേഷിയുള്ള മൃഗമാണ്. അത് പ്രസവിച്ച ഉടനെ അതിൻ്റെ കുഞ്ഞ് ഓടി ദൂരേക്ക് മറഞ്ഞു കളയും. മണിക്കൂറുകൾക്ക് ശേഷമാണത് തള്ളയുടെ അടുക്കലേക്ക്, അതിൻ്റെ മാതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത്. എന്തേ ഈ ഓടിക്കളയുന്നതിൻ്റെ പൊരുളെന്താണ്? കാരണം ഈ മാതാവിൻ്റെ അടുക്കൽ നിന്നിട്ട് അതെങ്ങാനും സ്നേഹം കൊണ്ടൊന്ന് നക്കിയാൽ ഈ കുഞ്ഞിൻ്റെ തൊലിയുരിഞ്ഞു പോകാൻ സാധ്യതയുള്ള കട്ടിയുള്ള നാക്കാണതിനുള്ളത്. ആ നാവ് കൊണ്ടുള്ള തലോടൽ എൻ്റെ ആരോഗ്യത്തിന് ഉചിതമല്ലെന്ന് മനസ്സിലാക്കിയിട്ടതോടുന്നു. ആരാണിത് പഠിപ്പിച്ചത്? ഇങ്ങനെ ഏത് ജീവജാലങ്ങളും, ആടൊക്കെ ഇപ്പോഴും നമ്മുടെ പല വീടുകളിലും വളർത്തുന്നത് കാണാം. ഒരാട്ടിൻകുട്ടി പ്രസവിച്ച ഉടനെ അതൊന്ന് കണ്ണ് തുറക്കുന്ന സമയം തപ്പിത്തടഞ്ഞ് മാതാവിൻ്റെ അകട്ടിലേക്ക് പോകുന്നത് കാണാം. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും അതിനാവശ്യമായ അറിവുകൾ, മറാഫിഖുകൾ, അതിൽ നേരത്തെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ മോഡലിൽ അറിവുകൾ അല്ലാഹു നൽകിയപ്പോൾ മനുഷ്യന്റെ അറിവിന് അല്ലാഹു ഒരു ബഹുമാനം നൽകിയതാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാതാവിനെ അറിയില്ല, കരയാൻ അറിയില്ല. എനിക്കാവശ്യമായ എൻ്റെ പോഷകാഹാരങ്ങളുള്ളത് എൻ്റെ മാതാവിൻ്റെ ബ്രസ്റ്റിലാണ്, മുലയിലാണെന്നറിയില്ല. ഇങ്ങനെ ആവശ്യങ്ങൾ അറിയാത്ത ജീവിയായി മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നു. മനുഷ്യന്റെ അറിവുകൾ രൂപപ്പെടുന്നതിൽ ഈ വലിയൊരു ശതമാനം അത് അല്ലാഹു അവന്റെ അമ്പിയാക്കൾ മുഖേന, അമ്പിയാക്കൾക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ മുഖേന നൽകിയിട്ട് ആ അറിവുകളാണ് മനുഷ്യന്റെ ജീവിതാവശ്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. ഇതൊരു ബഹുമാനമുള്ള ശൈലിയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി
വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. മനുഷ്യൻ അറിവ് നേടണം. ഈ അറിവുകൾ നേടുന്നത് അതോറിറ്റിക്കലായിട്ടുള്ള ഔദ്യോഗികമായുള്ള സ്രോതസ്സിൽ നിന്നാകണം. മനുഷ്യന് കണ്ടെത്താനുള്ള ശേഷി നൽകിയ സൃഷ്ടാവ് തന്നെയാണ് മനുഷ്യനോട് പറയുന്നത്, നിന്റെ അറിവ് അതോറൈസ്ഡ് ആകണം, അത് ഔദ്യോഗികമാകണം, അതിൻ്റെ ഉറവിടം കൃത്യമാകണം. അതാണ് അമ്പിയാക്കൾ മുഖേനയുള്ള അറിവാകണമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വിജ്ഞാനം എത്ര പുരോഗമിച്ചു, മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചു. മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് ശിശുയുടെ സാധ്യത നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരുപാട് സാധ്യതകൾ, ക്രോമസോം ജിനോകോഡിനെ കുറിച്ചുള്ള സെല്ലുകളെ കുറിച്ചുള്ള പഠനം മനുഷ്യൻ വികസിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വികസിപ്പിച്ച് അത്യുന്നതിയിൽ നിൽക്കുന്ന ഈ കാലത്ത് പോലും മനുഷ്യന് എത്തിപ്പിടിക്കുന്നതിന്റെ എത്രയോ നല്ലൊരു തലത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ മനുഷ്യനോട് പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മനുഷ്യൻ എന്തേ നന്ദികേട് കാണിക്കുന്നത്? ഖുതിലൽ ഇൻസാൻ, ആ വാക്കിന്റെ വാചികാർത്ഥം മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ്. അതൊരു ഫ്രൈസാണ്. ആ ഫ്രൈസിന്റെ സാന്ദർഭികാർത്ഥം എന്താണ്? എന്തേ മനുഷ്യന് പറ്റിയത്? എവിടെയാണ് പ്രശ്നം? മാ അക്ഫറഹു, എങ്ങനെ നന്ദിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്? ഭയങ്കര ഒരു പ്രയോഗമാണത്. ഒരു 2-3 ദിവസം പറയാൻ മാത്രം അർത്ഥവ്യാപ്തിയുള്ളൊരു പ്രയോഗമാണ്. മാ അക്ഫറഹു എന്ന വിഷയം ഖുതിലൽ ഇൻസാനു എന്ന് പ്രയോഗിച്ചിട്ട് പറഞ്ഞതിൻ്റെ ഗൗരവം അതീവ വിശാലം തന്നെ. എന്തുകൊണ്ടാണ് വിശാലമാണെന്ന് പറയുന്നത്? നന്ദി ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലൈഫിനെ തന്നെ പിടിച്ചു നിർത്താൻ മതിയായ ശേഷിയുള്ളൊരു പ്രോസസ്സാണ്, ഒരു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യനോട് അല്ലാഹു പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. മനുഷ്യൻ എങ്ങനെ നന്ദിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്? തൽക്കാലം ഞാൻ അതിവിടെ മാറ്റിവെച്ചിട്ട് അടുത്ത ഭാഗം പറയുന്നു. മിൻ അയ്യി ശൈഇൻ ഖലഖഹു. എന്തിന് മനുഷ്യൻ നന്ദി കാണിക്കണം? എന്തിന് മനുഷ്യൻ നന്ദി കാണിക്കണം എന്നതിൻ്റെ പ്രധാന മാറ്റർ, പ്രതിപാദ്യ വിഷയം മുന്നിൽ കൊണ്ടുവരുന്നു. മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ഏത് വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? സഹോദരിമാരും, ഞാൻ ഈ പറയുന്ന ഭാഗത്തിലേക്കൊന്ന് ശ്രദ്ധയെ കൊണ്ടുവരണേ. മനുഷ്യനോട് പറയുന്നു, മനുഷ്യൻ നന്ദിയുള്ളവനാകണം. ജീവിതത്തിലെ ഏത് മേഖലയിലും നന്ദി തോന്നണം. അതിൻ്റെ കാരണം എന്താണ്? മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ആ പ്രയോഗം എന്തിനാണ്? ആ പ്രയോഗത്തിന്റെ വാചികാർത്ഥം ഞാനൊന്ന് പറയാം. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? സാധാരണ ഈ ചോദ്യം എവിടെയാണ് വരാറുള്ളത്? ഞാൻ ഇവിടേക്ക് വരുമ്പോ, ഞാൻ ഈ സമീപ പ്രദേശക്കാരനായതുകൊണ്ട് എനിക്ക് വഴി നന്നായി അറിയാം. നേരത്തെയും ഞാൻ പലപ്പോഴായിട്ട് ഇടയ്ക്കിടെ യാത്ര ചെയ്യാറുള്ള വഴിയാണിത്. എനിക്കറിയാത്തൊരു വഴിയാണെങ്കിൽ ഞാൻ അടുത്ത ഈ കൊളോത്തുവയൽ അവിടെ നിന്ന് ചോദിക്കുന്നു, ശാന്തിനഗറിലേക്കുള്ള വഴി ഏതാണ്? അതറിയാനുള്ളൊരു ചോദ്യമാണ്. അതേ സമയത്ത് ഞാൻ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ ഞാൻ പറയുകയാണ്, ഞാൻ വരുന്ന വഴിയിൽ ഒരു അപകടം കണ്ടു. എന്തൊരപകടമാണതെന്നറിയുമോ? ഇവിടെ എന്തൊരപകടമാണെന്നറിയുമോ എന്ന് ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകും, അത് വല്ലാത്തൊരപകടമാണെന്ന് പറയാനാണ്. ഇതുപോലെ അല്ലാഹു പറയുന്നു, മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇവിടെ ശൈഅ് എന്ന അറബി പ്രയോഗം സൂചിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ഏതൊരു വസ്തുവിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച ആ ഒരു സൃഷ്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ച ബേസിക് മെറ്റീരിയൽ അത് വളരെ എടുത്തു പറയത്തക്ക സവിശേഷമാണ്. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അടുത്ത സ്റ്റെപ്പിൽ അല്ലാഹു വിശദീകരിക്കുന്നു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ.
ഒറ്റ ബീജത്തിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഫഖദ്ദറഹു, അല്ലാഹു അവിടെ ഒരു ഡിസൈനിങ് ചെയ്തു. വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. അള്ളാഹുവിൻ്റെ ഡിസൈനിങ് അത് വളരെ മേലെയാണെന്ന് മനസ്സിലാക്കി തരുന്നൊരു പ്രയോഗം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ വിഷയം പലയിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വിഭാഗം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. 4-6 മണിക്കൂറെങ്ങാനുമുള്ള ആ എക്സിബിഷനിൽ ഒരു പ്രധാന ഭാഗത്ത് സ്റ്റേറ്റ്മെന്റുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട 1-2 ഒന്ന്, ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ സെല്ല്, കോശം, അത് 23 ജോഡി ക്രോമസോമുകൾ ചേർത്തു വെച്ച ഒരു ഡിസൈനിങ് ആണത്. പ്രത്യേക എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ചേർത്തു വെച്ച ഈ ഒറ്റ സെല്ല് ഒരു മനുഷ്യന്റെ 4 തലമുറയിലെ ശാരീരിക മാനസിക സവിശേഷതകൾ ഉൾക്കൊള്ളിച്ച പാഠപുസ്തകം കണക്കേ വലുതാണ്. ഈ ഒരു കോശം ഈ നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണില്ല. പക്ഷേ ആ ഒരു കോശത്തിലെ ഡിസൈനിങ്ങിൽ തന്നെ 4 തലമുറയുടെ സവിശേഷതയുണ്ടെന്ന് പറയുമ്പോ അള്ളാഹു പറഞ്ഞ പ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തി വല്ലാതെ തിളങ്ങി നിൽക്കുന്നു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, ഒറ്റ ബീജത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചപ്പോ തന്നെ ഫഖദ്ദറഹു, അത് ഭയങ്കര ഡിസൈനിങ് തന്നെ. ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഉത്തരവാദിത്വം മനുഷ്യനില്ലേ? അതറിയുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഓദറെ, ഒരു സ്രഷ്ടാവിനെ കണ്ടെത്താനും ആ സ്രഷ്ടാവിൻ്റെ ആളാകാനുമുള്ളൊരു ബാധ്യത ഈ മനുഷ്യന് ഇല്ലേ? ഇത് തന്നെയാണ് മാ അക്ഫറഹു, എങ്ങനെ മനുഷ്യന് നന്ദിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്? ഒരു ഡോക്ടറായ മനുഷ്യൻ ഡോക്ടറാകുമ്പോഴേക്കൽപ്പം വിജ്ഞാനം കയ്യിലുള്ളതിൻ്റെ പേരിലോ വിജ്ഞാനത്തിൻ്റെ പേരിൽ പേരിൻ്റെ കൂടെ ചേർത്തു വെക്കാനുള്ള 2 അക്ഷരമോ കൂടെ കിട്ടുന്നതിൻ്റെ പേരിലോ അഹങ്കരിക്കാവുന്നതല്ല. പകരം അവൻ വീണ്ടും ഇതിൻ്റെ പിന്നിലുള്ളൊരു ഡിസൈനറെ കണ്ടെത്താനും ആ ഡിസൈനറുടെ വക്താവാകാനും മനുഷ്യൻ ഉത്തരവാദിത്വമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ സബീല യസ്റഹു, പിന്നീടങ്ങോട്ട് മനുഷ്യന്റെ വഴിയെ അല്ലാഹു എളുപ്പമാക്കിയിരിക്കുന്നു. അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ വക്താക്കളുടെ സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ കഴിയും. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം വളരെ എളുപ്പമാണ്. വിവരമില്ലാത്തവരെപ്പോഴും പറയും വല്ലാത്ത പ്രയാസമാണ് ജീവിച്ചു പോകാൻ. അതൊരജ്ഞതയാണ്. അറിവ് എന്താണ്? സുമ്മ സബീല യസ്റഹു, മനുഷ്യന്റെ ലൈഫ് അത് എപ്പോഴും ഈസിയാണ്. ഒരു ഈസിയസ്റ്റ് ലൈഫിന്റെ വക്താവാണ്. എളുപ്പമുള്ള ജീവിതത്തിന്റെ ഉടമസ്ഥനാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യന് അറിവ് വേണം. അറിവ് എവിടെ നിന്ന് നേടണം? യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നേടണം. അങ്ങനെയുള്ള മനുഷ്യൻ സ്വസ്ഥതയുള്ളവൻ തന്നെ. തുമ്മ സബീല യസ്റഹു, മനുഷ്യന്റെ ലൈഫ് എളുപ്പമാണ്. കുറേ വിശദീകരണങ്ങളുണ്ട്. വിശദമായി ഞാൻ അങ്ങോട്ട് കടക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്ന വഴി ഏതാണെന്നോ, മനുഷ്യനെ അല്ലാഹു വെച്ച വഴി അത് അറിവിൻ്റെതാണ്. മനുഷ്യന് ബഹുമാനമുണ്ട്. ഈ ബഹുമാനത്തിന്റെ സ്രോതസ് കിടക്കുന്നത് മുത്തുനബി തങ്ങളിലാണ്. മുത്തുനബി തങ്ങൾ ഈ ലോകത്തിന് സമർപ്പിച്ച അറിവിന്റെ ലോകത്തെ സഞ്ചാര പദങ്ങളിലേക്കുള്ള വാതായനങ്ങളിലേക്കുള്ള എൻട്രൻസ്, അതിലുള്ള കവാടം ഏതെന്ന് മനസ്സിലാക്കാനുള്ള ചെറുവിവരണമാണ് ഞാൻ ആമുഖം നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാമത്തെ സബീല് ഏതാണ്? മാതാവിൻ്റെ വയറ്റിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരുന്ന വഴിയാണത്.
600 700 കോടി മനുഷ്യരിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ ഇന്നുവരെ ജനിച്ചു വീണ മനുഷ്യരിൽ ഭൂരിഭാഗവും ജനിച്ചു വീഴുന്നതിൻ്റെ നോർമൽ സ്റ്റൈൽ, അതിൻ്റെ സാധാരണ രീതി പ്രസവമാണ്. പ്രസവത്തിന് നമ്മൾ പറയാറുള്ളൊരു പേരുണ്ട്, സുഖപ്രസവം. സ്ത്രീകളത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നമ്മളത് തന്നെ പറയാം. ഈ സുഖപ്രസവത്തിലൂടെ, ആ മാതാവിൻ്റെ മംഫതിലൂടെ, ആ ഒരു പ്രത്യേക വഴിയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ അതിന് തൊട്ട് ശേഷമുള്ള സെക്കൻഡിലെങ്ങാനും ഒരാൾ തീരുമാനിക്കുകയാണ് വന്ന കുഞ്ഞിനെ ആ വഴിയിലൊന്ന് തിരിച്ചയക്കണമെന്ന്, രണ്ടുപേരും കാലിയ, രണ്ടുപേരും ജീവൻ പോകുമെന്നത് ഉറപ്പാണ്. അള്ളാഹു വെച്ച ആ പ്രോസസ്സിംഗ് വളരെ സിമ്പിളാണ്. മനുഷ്യൻ ഇടപെടാൻ ഇടമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ ജനിച്ചു വീണ മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? മലയാളികളായ നമ്മള് അറേബ്യൻ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശത്ത് ചെന്നാൽ നമ്മളവിടെ കഫ്റ്റീരിയയോ മറ്റ് ഷോപ്പുകളോ ഇട്ട് ജോലി ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത ഭാഷയുള്ള ഇടങ്ങളിലെല്ലാം ചെന്നാൽ, ന്യൂസിലാൻഡിൽ പോയാൽ, ഓസ്ട്രേലിയയിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ, ലോകത്തിൻ്റെ ഈ ഭൂഖണ്ഡങ്ങളിലെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളം അറിയാവുന്ന മനുഷ്യൻ അവിടെ ചെല്ലുന്നവന് ഭാഷ തടസ്സമല്ല. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. സുമ്മ സബീല യസ്റഹു. ജീവിതം എളുപ്പമാണെന്നത് പൊതുതത്വമാണ്, അത് യാഥാർത്ഥ്യമാണ്. എവിടെയാണ് പ്രയാസമായി മാറുന്നത്? മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണാൻ മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് സങ്കടമുണ്ടാകും. ഒന്ന്. രണ്ടാമത്തത്, തരുന്നവൻ ആരാണെന്നറിയാതിരിക്കുമ്പോഴും മനുഷ്യന് ധൈര്യം കുറയും. ഞാനൊരു ദിവസം ഒരു യാത്ര പോയി, 10 ദിവസത്തെ യാത്ര. അതിൽ ഉത്തർപ്രദേശിൽ UP-യിലെ ആഗ്രയിൽ വെച്ച് അവിടെയുള്ള ഫതഹ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. പ്രധാനപ്പെട്ട ചില മസാറുകളും പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് യാത്ര പോകുന്നത്. ആ യാത്ര പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ആ പ്രദേശത്തുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഞങ്ങളെ കയറ്റി യാത്ര തുടരുകയാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ വാഹനം കേടായപ്പോൾ മറ്റൊരു വാഹനം വിളിച്ചു നോക്കുമ്പോൾ ഒരു ബേജാറ് സ്വാഭാവികമാണ്. നാം യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ കഴിവുള്ളവനാണോ എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യനൊരു വെപ്രാളം സ്വാഭാവികമാണ്. എന്നാൽ അറിയുന്ന ഒരാളാണ് ഡ്രൈവറെങ്കിലോ, ഞാൻ ഒരിക്കലൊരു കഥ വായിച്ചത് ഓർക്കുകയാണ്. ഹിമാലയത്തിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് പറന്നു പോവുകയാണ്. വിനോദസഞ്ചാരികളാണ് ഫ്ലൈറ്റിലുള്ള യാത്രക്കാർ മുഴുവനും. യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പതിവാണ് ഹിമാലയത്തിൻ്റെ മുകളിലൂടെ യാത്ര പോകുമ്പോൾ മേഘച്ചുഴിയിൽപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ മേഘച്ചുഴിയിൽ ഈ ഫ്ലൈറ്റ് പെട്ടു. ഫ്ലൈറ്റ് ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റിലെ യാത്രക്കാർ മുഴുവനും അട്ടഹസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടി ഇങ്ങനെ ഒരു ഡിവൈസിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ഒരു യാത്രക്കാരൻ ഇതിങ്ങനെ കണ്ടിട്ട് സഹിക്കവയ്യാതെയായപ്പോൾ ചോദിച്ചു, മോനെ നീ ഇതൊന്നും കാണുന്നില്ലേ? ആ സമയത്ത് ഈ മോൻ പറഞ്ഞു, ഫ്ലൈറ്റ് ഓടിക്കുന്നത് എൻ്റെ പപ്പയാണ്, ഫ്ലൈറ്റ് ഓടിക്കുന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് ഈ വഴിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ്. ഈ മേഘച്ചുഴിയിൽപ്പെടലൊക്കെ പതിവാണ്. അതുകൊണ്ട് എൻ്റെ പിതാവിന് നന്നായി വിമാനമോടിക്കാൻ അറിയാമെന്ന് എനിക്കറിയുന്നത് കൊണ്ട് എനിക്ക് പേടിയില്ല. ഇതൊരു സ്വാഭാവികതയാണ്. ഇവിടെയാണ് മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രസക്തി. മനുഷ്യനെ ഇത്ര ഭംഗിയായി ഡിസൈൻ ചെയ്ത അള്ളാഹു, ആ അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ വക്താവെന്ന് മനസ്സിലാകുമ്പോൾ
മനുഷ്യന് നല്ല സമാധാനമാണ്. അജബൻ അജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇന്ന അസ്വാബതുഹു ദർറാഉ സ്വബറ ഫകാന ഖൈറൻ ലഹു ഇന്ന അസ്വാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു. മനുഷ്യൻ, ഒരു ഈമാനുള്ള മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. എന്തേ? അവൻ എല്ലാ ജീവിതവും അവന് നന്മയാണ്. വല്ലപ്പോഴും വല്ല പ്രയാസവുമാണ് അവനെ വന്ന് ഭവിക്കുന്നതെങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കുകയാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് നേട്ടം തന്നെയാണ്. ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നോക്ക് നിങ്ങൾ. ലൈഫ് എപ്പോഴാണ് സുഖമാകുന്നത്? കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ്. ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സഹോദരിക്ക് പ്രസവവേദന കിട്ടിയപ്പോ ആ ബന്ധുക്കൾ, മാതാപിതാക്കളെല്ലാം നല്ല സമാധാനത്തിലാണ്, ഭയങ്കര പ്രതീക്ഷയിലാണ്. അതേസമയം മറ്റൊരു ഗർഭിണിക്ക് പ്രസവവേദന കിട്ടാത്തത് കൊണ്ട് ബാക്കിയുള്ളവർ ഭയങ്കര ബേജാറില്ല. പ്രസവവേദന ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ടെൻഷൻ അടിക്കാത്തത്? കാരണം പ്രസവവേദനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അതിനുശേഷം ഒരു നേട്ടമുണ്ട് എന്ന പ്രതീക്ഷയുള്ളപ്പോ വേദനയിൽ പ്രതീക്ഷയാണ്. ഒരു ദിവസം വടകര റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ ട്രെയിന് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ തിരക്ക് പിടിച്ചു ഓടിച്ചെന്ന് അവിടെ എത്തി നോക്കുമ്പോൾ അരമണിക്കൂർ ലേറ്റ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നൊരു പുസ്തകം വായിക്കാമെന്ന് കരുതിയപ്പോൾ അപ്പോഴുണ്ട് ഒരാൾ പോകുന്നു. ഒരു ഉന്തുവണ്ടിയും അതിൻ്റെ മേലെ ഒരു 4 ആള ഉയരത്തിലുള്ള വലിയൊരു ലോഡും. ഇതാരാണ് വലിക്കുന്നതെന്ന് കാണുന്നില്ല. ഞാനിങ്ങനെ പോയിട്ട് അപ്പുറം നോക്കി, ഇതിൻ്റെ തുടക്ക ഭാഗത്ത് നോക്കി ആരാ വലിക്കുന്നത്. നോക്കുമ്പോൾ ഒരു ചെറുവിരൽ പോലത്തെ ചെറിയൊരു മെലിഞ്ഞൊട്ടിയൊരു പ്രായമുള്ള മനുഷ്യൻ. അയാളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, പടച്ചോനെ ഇമാതിരി ദുരന്തം ഇയാൾക്ക് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരികയാണ്, ആ ലോഡ് ഇറക്കിയിട്ട്. അയാൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചിരിച്ചു, ഞാൻ അയാളോടും ചിരിച്ചു. അയാളോട് ഞാൻ ചോദിച്ചു, എന്താ പേര്? അയാൾ പേര് പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഇന്നാലെന്ന കാലം മുതലേ ഇവിടെയുള്ള ആളാ, കുറേ വിശദീകരിച്ചു. അയാൾ സംസാരിച്ചു നോക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? അടുത്ത ലോഡ് എത്രയും വേഗം കിട്ടണേ എന്നാണ് അയാളുടെ പ്രാർത്ഥന. കാരണം എന്താ? ഈ ലോഡ് ഇറക്കിക്കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിലേക്ക് ക്യാഷ് വരും. എൻ്റെ മക്കളുണ്ട് വീട്ടിൽ, മകളുണ്ട് വീട്ടിൽ, മകളെ പേരക്കുട്ടികളുണ്ട് വീട്ടിൽ, അവരെയൊക്കെ നോക്കി വളർത്തുന്നത് ഞാനാണ്. അതുകൊണ്ട് അവർക്ക് വല്ലതും കിട്ടണമെങ്കിൽ അടുത്ത ലോഡ് വേഗം കിട്ടണം. ഒരു പെയിൻ അത് ഗെയിൻ ആകുന്നത്, ഒരു വേദന അത് നേട്ടമാകുന്നത് പ്രതീക്ഷയിലാണ്. നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന മനുഷ്യർ, ചിലരൊക്കെ വിചാരിക്കും ഈ വിദേശത്ത് പോകുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമാണ്. സത്യം പറയുകയാണെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർ പലരുടെയും സ്ഥിതി ഇവിടെ നിന്ന് നല്ല റാഹത്തിൽ ആൾക്കാരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി ഉഷാറായിട്ട് പോകും. അവിടെ എത്തിയാൽ 2 ദിവസം അവർക്ക് ഈ നാട്ടിൽ നിന്ന് വിട്ടതിൻ്റെ വിരഹവേദനയാണ്. നാട്ടിൽ നിന്ന് പോകുമ്പോൾ ബന്ധുക്കളൊക്കെ കരിച്ചതും പൊരിച്ചതും, ഇറച്ചി പൊരിച്ചതും അതുപോലെ പലതും കൊടുത്തേക്കും. ഇതൊക്കെ റൂമിലുള്ള മറ്റുള്ളവർ കഴിക്കുമ്പോഴും ഈ കൊണ്ടുപോയവൻ ഇതിൻ്റെ ടേസ്റ്റ് പോലും അറിയുകയില്ല. 2 ദിവസം വേദനയുടെ ദിവസമാണ്. അത് പതിവ് പോലെ തിരക്കിട്ട ഒട്ടകങ്ങൾക്കിടയിൽ ആ വേദന ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ആ സമയത്ത് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിന്റെ വിസയങ്ങ് ക്യാൻസലാക്കുകയല്ലേ? അപ്പോൾ അയാളുടെ വേദനയുടെ മറുപടി, പറ്റില്ല. എന്തേ? എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും താമസിക്കാനുള്ളൊരു പാർപ്പിടം വേണം, അതുപോലെ എൻ്റെ പെങ്ങളെ കല്യാണം കഴിയണം, ഉമ്മയുടെ ഓപ്പറേഷൻ ഉണ്ട്. ഇത് പലതും നടക്കണമെങ്കിൽ എൻ്റെ ഈ പ്രവാസ ജീവിതത്തിലെ ഈ വരുമാനം വേണം. അതുകൊണ്ട് എനിക്ക് ഈ വേദന ആവശ്യമാണ്. ആ വേദനയെ സന്തോഷത്തോടെ സ്വീകരിച്ച് മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന് 2 വഴികളുണ്ട്. ഒന്ന് ദുനിയാവിൻ്റെ വഴിയാണ്, മറ്റൊന്ന് ആഖിറത്തിന്റെ വഴിയാണ്. അതാണ് മൂമിനായ മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അജബൽ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. എന്തേ അത്ഭുതമാണെന്ന് പറയാ? ഇന്ന സ്വാബത്തുഹു ദർറാ,
അവന് ആരോഗ്യത്തിൽ ഒരു വലിയ അധ്വാനം വരികയാണ്, ജോലി ചെയ്യേണ്ടി വരികയാണ്, വേദന വരികയാണ്, രോഗമുണ്ടാവുകയാണ്. അങ്ങനെ പ്രതിസന്ധി ഏതും വരുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആശയം സ്വബറ. എന്താണ് സ്വബറ എന്നത്? ഈമാനുള്ള മനുഷ്യന്റെ രീതി. അതേ, എനിക്ക് ഈ വേദനക്കെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. നമ്മൾ ഇന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നബിദിനമല്ലേ, അതും നല്ല ഈ ഇൽമിന്റെ സദസ്സല്ലേ എന്നൊക്കെ കരുതി കുളിച്ചൊരുങ്ങി നല്ല ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്ന് ചളിയിൽ ചവിട്ടിപ്പോയി, ചെരുപ്പിലും കാലിലും ചളിയായി. ആ സമയത്തൊരെടങ്ങാറില്ലേ? ആ എടങ്ങാറാകുന്ന സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, സാരമില്ല, കഴുകിയാൽ പോകും. അതിന് പറയുന്നൊരു അഫർമേഷൻ മെത്തേഡ് കൂടിയാണ് ദിക്ർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്കിന്റെ അർത്ഥം മരിച്ചുപോയയിടത്ത് സങ്കടം പറയലല്ല കേട്ടോ. ഏത് പ്രയാസമുണ്ടായാലും, ഏത് നന്മകൾ, ഏതൊരു നല്ല കാര്യം നഷ്ടപ്പെട്ടാലും, അത് മരിച്ചാലും കൂടി ഒരു മനുഷ്യൻ പറയുന്ന, മനുഷ്യന്റെ വിഷമം കളയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സങ്കടപ്പെടാനൊന്നുമില്ല. കാരണം ഞാനും പോകാനുള്ളതാണ്, നമ്മൾ ഒന്നായി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. ഇപ്പൊ കാലിലൊരു മണ്ണായിട്ടല്ലേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോ ഭാര്യയോ ഭർത്താവോ അനുജനോ ജ്യേഷ്ഠനോ ഇഷ്ടമിത്രമോ ആരോ ഒരാള് മരിച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാവരും മടങ്ങാനുള്ളതാണ്. സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. കാരണം മനുഷ്യന്റെ മരണവും ജീവിതവും അല്ലാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സൂചനയാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ജീവിതവും മരണവും അല്ലാഹുവിന്റെ കഴിവിന്റെ ഭാഗമായി, പ്രാപ്തിയുടെ ഭാഗമായി, സാമർത്ഥ്യത്തിന്റെ ഭാഗമായി അല്ലാഹു ഡിസൈൻ ചെയ്ത, അല്ലാഹു സൃഷ്ടിച്ചൊരു സൃഷ്ടിപ്പാണ്. മരണവും അനുഗ്രഹമാണ്, ജീവിതവും അനുഗ്രഹമാണ്. ഇത് മനസ്സിലാക്കിയ മനുഷ്യൻ ആ വിഷമം കളയാൻ വേണ്ടി പറയുന്നൊരു അഫർമേഷനാണ്, ദിക്റാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിന് വലിയ ആശ്വാസമാണ്. കാരണം അല്ലാഹു സ്രഷ്ടാവാണ്. ആകാശവും ഭൂമിയും ഈ ലോകവും പരലോകവും എല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്ക് മടങ്ങുകയെന്ന് പറയുന്നത്, അല്ലാഹു എന്ന ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമാണ്, പ്രതീക്ഷാ കേന്ദ്രമാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. വിശ്വാസിയുടെ മനസ്സിൽ കിടന്നലയേണ്ട, അലതല്ലേണ്ട, തിരമാല കണക്കെ ആസ്വദിച്ചടി അടിയായി മറിഞ്ഞു വരേണ്ട ഏറ്റവും വലിയ ആനന്ദത്തിന്റെ പദങ്ങളാണ് അല്ലാഹു ഹാദിരി. അല്ലാഹുവാണ് സദാ നമ്മുടെ പ്രസൻസ് ഉള്ളവൻ. ഏതിടങ്ങളിലും എല്ലായിടത്തിലും ആശ്രയിക്കാൻ പറ്റിയ സദാ ആശ്രയം അല്ലാഹു തന്നെ. ഈ അല്ലാഹുവിലേക്ക് മനുഷ്യൻ പറയുന്നു ഇന്നാ ലില്ലാഹ്. നമ്മൾ അല്ലാഹുവിൻ്റെതാണെന്ന് പറയുമ്പോ മരിച്ചാലോ ജീവിച്ചാലോ, കല്ലിലൊരു മുള്ളു പറ്റിയാലോ അല്ലെങ്കിൽ ചളിതെറിച്ചാലോ ആശങ്കപ്പെടുകയോ പ്രകോപിതനാകുകയോ ചെയ്യുന്നതിന് പകരം സാരമില്ല, പ്രശ്നമില്ല, അതൊരു വിഷമിക്കാനോ പ്രയാസപ്പെടാനോ ഉള്ള മാറ്ററല്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് നടക്കാനുള്ള പ്രേരണ നൽകുന്ന, ശക്തി പകരുന്ന വലിയൊരു ദിക്ർ തന്നെയാണ് ഇന്നാ ലില്ലാഹ്.
ഈ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ അവന് സങ്കടപ്പെടാനിടമില്ല. അവന്റെ വേദനയിലെല്ലാം പ്രതീക്ഷയറ്റ് മുന്നോട്ട് പോകുമ്പോ വിദേശത്തേക്ക് പോകുന്ന മനുഷ്യന് അതേ കുടുംബം വിട്ടതിന്റെ വേദനയുണ്ടോ? ആ മനുഷ്യൻ ആ സമയത്ത് ചിന്തിക്കുന്നത് കാലിൽ ഒരു ചളി പറ്റിയാൽ അതിന് കൂലി കിട്ടുമെങ്കിൽ, കാലിലൊരു മുള്ളു പറ്റിയാൽ അതിന് കൂലി കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്? ഇവിടെ സൈക്കോളജിക്കൽ മെത്തേഡുണ്ട്, മനഃശാസ്ത്ര സമീപനമുണ്ട്. അതെന്താണ്? നിനക്കിപ്പോ വേദനിച്ചുവല്ലേ? ഈ വേദനിച്ച നിന്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ വേദനയോർത്ത് സങ്കടപ്പെട്ടിരിക്കുക, ഈ വേദനയുടെ പേരിൽ പിന്നീടും സങ്കടപ്പെടുക. ഈ കഴിഞ്ഞ മുള്ള് ഇനി തറിക്കുമോ ഇല്ലേ? ഇനി മറ്റൊരു മുള്ളേ തറിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇനി ഉണ്ടാകുമോ? ഇനി ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസത്തെ വേദനയോർത്ത് ഇന്ന് സങ്കടപ്പെടണോ? ഇതൊക്കെ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ആവശ്യമുണ്ട്. അതേ സമയത്ത് മനുഷ്യന്റെ നൈസർഗികതയെ അതിനെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെതാണ്, നമ്മൾ അള്ളാഹുവിൻ്റെതാണ്. പിന്നെ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായോ, ആ പ്രയാസത്തിന് പ്രതിഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് പിന്നെ ആശങ്കയില്ല, പ്രതീക്ഷയാണ്. ആ വിശ്വാസമാണെങ്കിലോ ഈ ബിലീഫ് അത് വെരി ഈസി മെത്തേഡാണ്, വളരെ എളുപ്പമുള്ളൊരു രീതിശാസ്ത്രമാണ്. ഇവിടെയാണ് ഹബീബായ നബി തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ പഠിപ്പിക്കുന്ന സമയത്ത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലാ, അല്ലാഹു നല്ലൊരു റസൂലിനെ അയച്ചു തന്നു. ആ റസൂലിന്റെ ഡ്യൂട്ടി, ആ റസൂലിന്റെ നിയോഗം ഇവിടെ പ്രവർത്തിവൽക്കരിക്കുന്നത് എങ്ങനെ? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, അവരെ നന്നായി ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് ഏത് നല്ല മശക്കത്തുള്ള പ്രയാസമുള്ള ഘട്ടമാണെങ്കിലും ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയുടെ മനസ്സോടെ, പ്രതീക്ഷയുടെ മനതലങ്ങളോടുകൂടെ ഏത് പ്രതിസന്ധിയുള്ള ജീവിതത്തെയും പുഞ്ചിരിച്ച് എതിരേറ്റ് മുന്നോട്ടു പോകാനുള്ള ശേഷി ഈ മനുഷ്യനിലുണ്ടാകും. ഈ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നൊരു ജീവിത രീതി നോക്കൂ. ഈ വിശ്വാസ തലങ്ങൾ അത് ട്രഡീഷണലാണെന്ന് പറഞ്ഞ് പുറന്തള്ളാതെ, പഴഞ്ചനാണെന്ന് പറഞ്ഞ് പുറന്തള്ളാതെ, അതിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ കണക്ക് പരിശോധിക്കൂ. അവർക്ക് സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല. കഴിഞ്ഞ കാലത്ത് ഇത് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിന് കൂടി ഇഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഉപബോധ മനസ്സിന് കൂടി ഫലപ്പെടുന്ന രീതിയിൽ നല്ല ബുദ്ധിശാലികളായ പാണ്ഡിത്യമുള്ള മഹാത്മാക്കൾ പഠിപ്പിച്ചൊരു ശൈലിയാണ് റാത്തീബുകൾ. ആ റാത്തീബിലെ ഒരു ദിക്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പലപ്പോഴും തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ ഒരിക്കലും തൻ്റെ ഒരിഷ്ടവും മാറ്റിവെക്കേണ്ടതില്ലാത്ത ശരിയായ ഫ്രണ്ട്ഷിപ്പ് ഏതാണ്? അല്ലാഹ്. ഒരിഷ്ടവും അവിടെ മാറ്റിവെക്കേണ്ടതില്ല. ശരിയായ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ ഇഷ്ടം സ്വയംവൽക്കരിച്ചതിന്റെ പേരിൽ അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ, ജീവിതത്തിൽ ആസ്വദിച്ചനുഭവിക്കാനുള്ള വേദിയാണ് അല്ലാഹു. ആ അല്ലാഹു എന്നതിൻ്റെ പേരിൽ, ഇസ്ലാം എന്നതിൻ്റെ പേരിൽ ഏത് ജീവിത രീതിയാണോ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അത് മനുഷ്യന്റെ ശരിയായ നാച്ചുറൽ ഇഷ്ടമാണ്. മനുഷ്യന്റെ നാച്ചുറലായിട്ടുള്ള ഇഷ്ടമാണ് ഇസ്ലാം. വേഷത്തിൽ, വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, ജീവിത രീതിയിൽ, എല്ലാറ്റിലും
ഇഷ്ടപ്പെടേണ്ട മനുഷ്യൻ നാച്ചുറലായിട്ട് ഇഷ്ടപ്പെടേണ്ടത് ഏത്? അതാണ് ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിലെ ഒരു ആഘോഷം നോക്കൂ. ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ പേരിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ കോഗ്നിറ്റീവ് ലെവലായിട്ടുള്ള വൈജ്ഞാനികമായ ഒരു ഇന്റർവെൻഷൻ, ഇടപെടൽ. അറിവുകൾ ചർച്ച ചെയ്യുന്നു, അറിവുകളെ കലാവൽക്കരിക്കുന്നു, കുട്ടികൾ ആ പാട്ടുകൾ പാടുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഇത് ആസ്വാദനത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കേണ്ട വഴിയാണത്. അതേസമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു ആഘോഷം നിങ്ങൾ ആഘോഷിക്കുന്നത് അത് മദ്യപിച്ചാട്ടാണെന്ന് സങ്കല്പിക്കുക. മദ്യപിച്ചൊരു മനുഷ്യന് ഇന്നത്തെ മദ്യപിച്ചൊരവസ്ഥയെ നാളെ ഓർക്കുമ്പോൾ സുഖം ഉണ്ടാവും? ഇല്ല. അത് വളരെ വഷളത്തരമാണ്. മനുഷ്യൻ ആഘോഷത്തിന്റെ പേരിൽ പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആനന്ദം തോന്നിക്കുന്നതാണ്, മഹത്വമുള്ള വാചകങ്ങൾ, ആനന്ദമുള്ള ശൈലികൾ. നിസ്കാരം നോക്ക് നിങ്ങൾ, ബഹളത്തിൻ്റെതാണോ? അല്ല, ശാന്തതയുടേതാണ് നിസ്കാരം. നിസ്കാരം ശാന്തതയുടേതാണ്. നമ്മുടെ ആരാധന ആഘോഷ സംവിധാനങ്ങളെല്ലാം ശാന്തതയുള്ളതാണ്. അത് അട്ടഹസിക്കലല്ല, ബഹളം വെക്കലില്ല, വഷളത്തരങ്ങളില്ല. ഇങ്ങനെ മനുഷ്യന്റെ, നിങ്ങൾ നോക്കൂ, കുടിക്കാം, ജ്യൂസ് കുടിക്കാം, അതുപോലെ ഫ്രൂട്ടുകൾ കഴിക്കാം, മനുഷ്യന് ഉപകരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. അതേസമയത്ത് മദ്യപിക്കണ്ട, കരള് കേടാകും, കിഡ്നി ഫെയിലിയർ ആകും, നശിക്കണ്ട. ഇങ്ങനെ മനുഷ്യന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അതിൻ്റെ ഒരു വൈജ്ഞാനിക ലെവൽ, ഒരു ഇമ്പൾസീവാകാതെ കോഗ്നിറ്റീവ് ലെവലിൽ മനുഷ്യൻ ഇടപെടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ലൈഫ് സ്റ്റൈലാണ് ഇസ്ലാം. വേഷത്തിൽ നിങ്ങൾ നോക്കൂ, എന്തിനാ വേഷം ധരിക്കുന്നത്? വേഷം ധരിക്കുന്നത് മറക്കണമെന്നത് മനുഷ്യന്റെ ഒരു നൈസർഗികതയാണ്. മറക്കുക എന്നത് മനുഷ്യന്റെ നൈസർഗികതയാണ്. മറക്കാനാണ് വസ്ത്രമെങ്കിൽ മറക്കുന്ന വസ്ത്രം ധരിക്കണം. അത് ഇസ്ലാം അനുവദിച്ചു. മുമ്പ് കാലത്തൊക്കെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ്, സ്തനം മറക്കാൻ അധികാരമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഉന്നതർക്ക് കാണാനും ആസ്വദിക്കാനും വേണ്ടി കീഴ്ജാതിയിലുള്ളവർ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവർ മറക്കരുത് എന്ന ഷാഠ്യവും നിയമവും ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യന്റെ റൈറ്റാണ്, അവകാശമാണ് മറക്കുക. ആ മറക്കൽ ഇസ്ലാം അവകാശമാക്കി തന്നു. ഇപ്പൊ സ്ത്രീ വേഷം. ഒരിക്കൽ ഞാനൊരു സ്കൂളിൽ വെച്ച് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിനികളുടെ ഒരു ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഒരു സഹോദരി, ഒരു പെൺകുട്ടി ചോദിച്ചു. സംശയം ചോദിക്കാൻ നമുക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ആന്റി സൈഡിൽ നിന്ന് അവതരിപ്പിച്ച് പഠിക്കുമ്പോൾ ഈ വിലയിരുത്തൽ അത് നന്നായിട്ട് നല്ല രീതിയിൽ നടക്കും. ഇപ്പൊ ഈ സഹോദരി ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ്, സ്ത്രീകൾക്ക് എന്താ ഇങ്ങനെ മുഖമടക്കം മറക്കണം എന്ന ഒരു നിർദ്ദേശം? ഞാൻ അവരോട് ചോദിച്ചു, മോൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണം. രണ്ട് ഓപ്ഷൻ. ഒന്ന്, ഈ ഒരു 3 മാസം ഈ പറയുന്ന ശൈലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്ത്? മുഖമടക്കം മറക്കുന്ന വസ്ത്രധാരണ രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പേടിച്ചിട്ട് വേണ്ട, സ്വയം ഇഷ്ടപ്രകാരം ചെയ്തു നോക്കുക. എന്നിട്ട് നീ ഒന്ന് അതിൻ്റെ കംഫർട്ട്നെസ് എന്താണ്, നിനക്കത് ഫീൽ ചെയ്യുന്നത് ഒരു ഡിസ്കംഫേർട്ടാണോ, അസൗകര്യമാണോ ഫീൽ ചെയ്യുന്നത്, സൗകര്യമാണോ എന്ന് പരിശോധിച്ച് നോക്കുക. അതല്ലെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സഹോദരിയോട് അനുഭവം ചോദിക്കുക, സ്വകാര്യമായിട്ട് വ്യക്തിപരമായിട്ട് അഭിപ്രായം ചോദിക്കുക. വാട്ട് യു ഫീൽ, എന്താണ് നിങ്ങളെ അനുഭവം?
രണ്ടാമതൊരു വിഷയം എന്താ പറയുക, ഞാനൊരു സംഭവം പറഞ്ഞു. ഒരു 10 വർഷം മുമ്പാണ് ഈ സംഭവം. അതിനോടനുബന്ധിച്ച് ഒരു അമേരിക്കൻ ജേണലിൽ വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഇസ്ലാം സ്വീകരിച്ച ഒരു ലേഡി ഇസ്ലാം സ്വീകരിച്ചൊരു കഥയാണത്. അപ്പൊ അന്ന് ആ ജേണൽ ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് വായിച്ചു നോക്ക്. എന്താ സംഭവം? ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഇസ്ലാമിനെതിരെ ഒരു അസൈൻമെന്റ് തയ്യാറാക്കി. 500 അമേരിക്കൻ കുടുംബങ്ങളെ ഇന്റർവ്യൂ ചെയ്തിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും അല്ലാത്ത കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇസ്ലാമിലേക്ക് പെൺകുട്ടികൾ കടന്നു വന്നതിൻ്റെ പേരിൽ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ഇനിയൊരാളും ഇസ്ലാമിലേക്ക് ചെല്ലരുത്, പോകരുത് എന്ന് ധരിപ്പിക്കാൻ പര്യാപ്തമായ നല്ലൊരു അസൈൻമെന്റ്. ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ 100 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി മുസ്ലിമായി. എന്തേ മുസ്ലിമാകാൻ കാരണം? അവർ ഇന്റർവ്യൂ ചെയ്ത 100 കുടുംബങ്ങളിൽ നിന്ന് ഈ 100 പെൺകുട്ടികളും പറയുന്ന അനുഭവം, ഞങ്ങളെ ഒരാളും ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഞങ്ങൾ ഈ വേഷം ധരിച്ചത്. ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പ്രലോഭനമോ സഹായമോ ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ വേഷം ധരിക്കാനുള്ള കാരണം, ഇത് ധരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഞങ്ങൾ അരയുടുപ്പും അതുപോലെ ഈ മുറിഞ്ഞ ഡ്രസ്സും ഇട്ടിട്ട് പ്രദർശിപ്പിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് വെസ്റ്റേൺ കൾച്ചറിൽ ഒരു ലേഡി അംഗീകരിക്കപ്പെടണമെങ്കിൽ ഈ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നതുകൊണ്ടാണ്. അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ അവരുടെ ആ ശരീരഭാഗങ്ങളിലേക്ക്, അവർ പ്രദർശിപ്പിച്ച ശരീരഭാഗങ്ങളിലേക്ക് ഒരാൾ നോക്കിയാൽ അവർക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്നത് അവർക്കാർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ഈ വെസ്റ്റേൺ കൾച്ചർ ഉൾക്കൊള്ളുന്ന ഒരു സഹോദരിയുടെ ഈ പ്രദർശിപ്പിച്ച ശരീരഭാഗത്തേക്ക് അവര് മറക്കാതെ പുറത്ത് കാണിച്ച ശരീരത്തിലേക്ക് ഒരു പുരുഷൻ കാമത്തോടെ നോക്കിയാൽ അവർക്കപ്പോൾ പ്രയാസമുണ്ടാകും. എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ പ്രകൃതി അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് മറച്ചുവെക്കാൻ. അവരറിയാതെ അലിഖിതമായി നിർബന്ധിക്കപ്പെടുകയാണ് പ്രദർശിപ്പിക്കാൻ എന്നതല്ലേ. ഇത് ഈ ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികൾ പറയുമ്പോൾ സ്ത്രീയായ ഈ ജേർണലിസ്റ്റ് മനസ്സിലാക്കുന്നു, അത് തന്നെയല്ലേ എൻ്റെയും അവസ്ഥ. ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഈ പ്രവണതയൊക്കെ കാണിക്കുമ്പോഴും എൻ്റെയും യഥാർത്ഥ നേച്ചർ എന്താണ്? മറ്റൊരാൾ എൻ്റെ ഈ ശരീരഭാഗത്തേക്കൊന്ന് നോക്കിയാൽ ഞാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്നതല്ലേ. എങ്കിൽ എൻ്റെ കംഫർട്ട്നെസ് എന്താണ്? എൻ്റെ യഥാർത്ഥ സൗകര്യം എന്താണ്? എൻ്റെ ഈ ശരീരഭാഗം മുഴുവനും മറക്കലല്ലേ. അവര് ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം സ്വീകരിക്കുന്നു. ആ വസ്ത്രത്തിന്റെ അതിൻ്റെ യഥാർത്ഥ തിയറിയായ ഇസ്ലാം ബുക്ക് ഒബ്സർവേഷൻ നോട്ട്ബുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി ക്ലാസ് സബ്ജക്റ്റ് ടീച്ചറുടെ മുമ്പിലേക്ക് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ തമാശക്കായിരിക്കാം ടീച്ചർ ചോദിക്കുന്നത്, തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നു, ഇതെന്താണ് താലിബാനാണോ? ഓൺ സ്പോട്ട് ആ പെൺകുട്ടിയുടെ മറുപടി, ഇറ്റ്സ് മൈ റൈറ്റ്, ഇതെന്റെ അവകാശമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരില്ലേ ഈ സദസ്സില്, പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഓ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ആരുടെ നിർബന്ധത്തിനനുസരിച്ച് നിങ്ങളുടെ വസ്ത്രം മാറ്റം വരുത്തണ്ട. നിങ്ങൾക്കുമില്ലേ മനസാക്ഷി? ആ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ നേച്ചർ ഏതാണ്? ആൾക്കാർ കാണാൻ വേണ്ടി നിങ്ങളിങ്ങനെ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് യഥാർത്ഥ ബുദ്ധിയാണോ? അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണോ? 10, 16, 17, 18 വയസ്സായിരിക്കുന്ന സമയത്ത്, ഓ ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള, ത്രാണിത്വമുള്ള, വിവരമുള്ള പൊന്നാര പൊന്നുമോളെ, നീ എന്തിനാണ് നിന്റെ ഈ ചെഞ്ചുണ്ടിൽ നീ ചായം തേക്കുന്നത്? എന്തിനാണ് ഈ ചായം തേക്കുന്നത്? എക്സ്പ്രഷനിസം എന്ന് പറയുന്ന രോഗമല്ലയോ?
നിനക്കുള്ള ഏറ്റവും നല്ല പ്രായത്തിൽ നിന്റെ ചുണ്ടിൽ പോലും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീയല്ലേ രോഗി പൊന്നുമോളെ. നീ തിരിച്ചു വരൂ, നിന്റെ നേച്ചറായ നീഡ്സിലേക്ക് തിരിച്ചു വരൂ, നിന്റെ പ്രകൃതിപരമായ ആവശ്യത്തിലേക്ക് തിരിച്ചു വരൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ഇങ്ങനെ ജയിലിൽ അകപ്പെടല്ലേ. തുറന്നിട്ടുള്ള ജയിലാണ് ഫാഷൻ എന്ന് പറയുന്നത്. സഹോദരിമാർ, ഈ പ്രദർശിപ്പിക്കുന്ന ഒരു സഹോദരിയുടെ ശരീരഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു 10 സെക്കൻഡ് കാമത്തോടെ നോക്കിയാൽ വിഷമമുണ്ടാകുമോ? ഇല്ലേ? ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഉണ്ടാകുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, അവിടെയുള്ള യഥാർത്ഥ നേച്ചർ എന്താണ്? മറക്കുക എന്നതല്ലേ? മറക്കൽ അവരുടെ നീടല്ലയോ, അവരുടെ ആവശ്യമല്ലയോ? എന്തിനാണ് ഇവരെ ഇങ്ങനെ നിർബന്ധിച്ച് ഈ ഉടുമുണ്ടയിക്കുന്നത്? എന്തിനാ നിർബന്ധിച്ച് ഇവരെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? എന്തിനാണ്? ഓ എൻ്റെ സഹോദരിമാരെ, ആർക്കോ വേണ്ടി ഡ്രസ് അയക്കല്ലേ, ആർക്കോ വേണ്ടി ആടല്ലേ. അറിഞ്ഞു ജീവിക്കൂ, ജീവിതം ആസ്വദിച്ച് ജീവിക്കൂ. അല്ലാഹു ഹാദിരി, അല്ലാഹു എനിക്ക് സദാ എല്ലാ അർത്ഥത്തിലും അല്ലാഹു എനിക്ക് പ്രസൻസ് ഉള്ളവനാണ്. അല്ലാഹു ഷാഹിദി, എൻ്റെ സൗന്ദര്യം, ആ സൗന്ദര്യം ആർക്കോ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആരുടെയോ ഷഹാദത്തിന് വേണ്ടി, ആരുടെയോ സർട്ടിഫിക്കേഷന് വേണ്ടി ഇങ്ങനെ നാടകം കളിക്കേണ്ടതുണ്ടോ? അല്ലാഹു ഷാഹിദി. എല്ലാം തികഞ്ഞ റബ്ബെന്നെ കാണാനുണ്ട്. എന്നെ പടച്ച എൻ്റെ റബ്ബ്, എൻ്റെ ഈ ലോകം മുഴുവനും പടച്ചതിൻ്റെ പരിപാലനം അതിസൂക്ഷ്മമായി നടത്തുന്ന അൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാം തികഞ്ഞ നടത്തിപ്പുകാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിൻ്റെ സർട്ടിഫിക്കേഷൻ അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ആവശ്യമുള്ളത്? എങ്കിൽ ആ റബ്ബിലേക്ക് തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലാഹു നാദിരി. എൻ്റെ നോട്ടക്കാരനെ ഞാൻ എപ്പോഴും വിളിച്ചാൽ എൻ്റെ വിളിപ്പുറത്തെത്തുമെന്ന് കരുതുന്ന ഫ്രണ്ട്സിനേക്കാൾ ഏറ്റവും വലിയ നോട്ടക്കാരൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ അറിയാമെങ്കിൽ, ആ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയും ധന്യമാണെന്ന് പ്രായോഗികമായി പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങളാണ് എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്, എല്ലാ അമ്പിയാക്കളുടെയും സ്രോതസ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ ഒരു മനസ്സിലേക്ക് ആവഹിക്കാൻ, ഒരു മനസ്സിലേക്ക് കൊണ്ടുവരാൻ, നബി തങ്ങൾ പഠിപ്പിച്ച ജീവിതം ആദർശത്തിന്റെ ഭാഗമാക്കാൻ, നബി തങ്ങൾ പഠിപ്പിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നബി തങ്ങളെ ധാരാളം പറയപ്പെടട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ കാലവും നബി തങ്ങൾ പറയപ്പെടണം, എല്ലാ ദിവസവും നബി തങ്ങൾ പറയപ്പെടണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങളെ വിളിക്കാത്തൊരു ദിവസമോ ഒരു ദിവസത്തിലെ ഒരു ടേണിങ്ങോ ഉണ്ടാകാൻ പാടില്ല. മാസങ്ങളെല്ലാം നബി തങ്ങൾ വിളിക്കപ്പെടണം, പറയപ്പെടണം, പഠനത്തിന് വിധേയമാകണം, പാടലുകൾക്ക് വിധേയമാകണം. ആ നബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുമ്പോ അവിടെ പിന്നെ അത് മാറ്റി നിർത്താനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ റബീഉൽ അവ്വൽ 12-നാണ് മുത്തുനബി തങ്ങളുടെ ജന്മം എന്നറിയുന്നൊരു വിശ്വാസിക്ക് ആ 12-ൽ മാത്രം അത് മാറ്റി നിർത്തുക എന്നത് സാധ്യമാണോ? ഇല്ല, ഇല്ല, ഇല്ലേ, ഇല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മുത്തുനബിതങ്ങൾ. ആ മുത്തുനബിതങ്ങളെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുമ്പോ പറയലും പാടലും വർദ്ധിക്കണം.
അല്ലെങ്കിൽ അറിയുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വൃത്തികേടിൻ്റെ വക്താക്കൾ കയറി വന്ന് നിറഞ്ഞാടിയേക്കും. അതിൻ്റെ തെളിവാണ്, നിങ്ങൾ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നാം ആഹ്ലാദിക്കുന്ന വേദിയാണ് വിവാഹവേദികൾ, അല്ലേ? ഒരു മകളുടെ വിവാഹം, മകന്റെ വിവാഹം, എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു പ്രധാന ആഘോഷവേദിയാണ്, ആഹ്ലാദ നിമിഷമാണ്, പ്രതീക്ഷാ നിർഭരമായ നല്ലൊരു നിമിഷമാണ്. ഈ നിമിഷം ആഘോഷിക്കണം മനുഷ്യൻ. പക്ഷേ എങ്ങനെ ആഘോഷിക്കണം? പഴയ കാലത്ത് അതിനൊരു ഫോർമുലയുണ്ട്. എന്താ ഫോർമുല? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നിബിതങ്ങൾ പാടുകയെന്ന് പറയുന്നത് വിവാഹാഘോഷങ്ങളുടെ പ്രധാന ചേരുവയായിരുന്നു. അതൊരു കാലത്ത് നല്ല ആത്മീയത മുറ്റി നിൽക്കുന്ന ആഘോഷ രീതിയായിരുന്നു. വിവാഹത്തിനോട് ചേർന്ന് ഭക്ഷണം നൽകുന്നു, എല്ലാവരും ആദരവോടെ ഈ മദ്ഹ് ഗീതങ്ങൾ പാടുന്നു, പാടി പറയുന്നു. അതാണ് മങ്കൂസ് മൗലിദ്. ആരാണ് മങ്കൂസ് മൗലിദിന്റെ രചയിതാവെന്നറിയുമോ? ആ നൂറ്റാണ്ടിൽ നമ്മൾ മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് സാമ്പത്തിക ഉറവിടം തേടി പ്രവാസ ജീവിതം നയിക്കുന്നതിന് മുന്നേ 2 ഹറമിലും ദീർഘകാലം അറിവിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി താമസിച്ച് പഠിക്കുന്ന കാലം, ആ നാട്ടിലെ ഹറമിലെ പ്രധാന പണ്ഡിതനായി അവരെ പഠിപ്പിക്കുന്ന കാലം, ഹറമിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് അവിടെ മറ്റൊരാൾ മിഹ്റാബിലേക്ക് കയറി ഇമാമത്ത് നിൽക്കില്ല. മുഹദ്ദിസുൽ ഉലമ എന്ന അപരനാമം നേടിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയായിരുന്നു ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ആ അൽ അസ്ഹറിലെ ആ കാലഘട്ടത്തിലെ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുകയും ആ കാലഘട്ടത്തിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത പണ്ഡിതനാണ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അൽ ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്ന് ലോകം കണ്ട പണ്ഡിതനാണ്. സർവാത്മന എല്ലാ അറിവുമുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ വക്താവാണ്. ഏറ്റവും വലിയ അറിവുള്ള ആളാണ് ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അന്നത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹ്യ സൃഷ്ടിപ്പ്, അന്നത്തെ സാമൂഹ്യ പരിഷ്കരണം, ആ വിഷയത്തെക്കുറിച്ച് നല്ല അവയർനെസ് ഉള്ള ആളായതുകൊണ്ട് മഹാനവറുകൾ നമ്മുടെ വിവാഹാഘോഷം ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ, ജീവിത രീതിയിലെ ഇടപെടലിൽ എങ്ങനെയാകണം എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയോടുകൂടെ തന്നെ വൈജ്ഞാനികമായി ഡിസൈൻ ചെയ്ത് പഠിപ്പിച്ചതാണ് മങ്കൂസ് മൗലിദിലെ വരികൾ. അതിലൊരക്ഷരം തിരുത്താൻ ശേഷിയുള്ളവൻ പിറന്നിട്ടില്ല, അതിനുശേഷം ഇനി പിറക്കാനുമില്ല കേട്ടോ. ആ മങ്കൂസ് മൗലിദിന്റെ വക്താവാണ് ഞാനെന്ന് പറയുന്നത്. നാടറിഞ്ഞ, സമൂഹമറിഞ്ഞ, വിജ്ഞാനമെന്തെന്നറിഞ്ഞ, ചരിത്രമെന്തെന്നറിഞ്ഞ അറിവുള്ള മനുഷ്യന്റെ നെഞ്ചോക്കുള്ള വാക്കാണത്. അത് അപര്യാപ്തതയോടെയോ പോരായ്മയോടെയോ പറയേണ്ടി വരുന്നത് ചരിത്രമറിയാതിരിക്കുമ്പോഴാണ്. ചരിത്രമറിയാവുന്നൊരു മനുഷ്യന് പറയാവുന്നതാണ് ഞാൻ ഈ മങ്കൂസ് മൗലിദിന്റെ വക്താവാണെന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി
നല്ല ഊർജം നമ്മളുടെ മനസ്സിലും ശരീരത്തിലും നാം അത് പ്രയോഗവൽക്കരിക്കാൻ, അത് നടപ്പിലാക്കാൻ, അത് നമ്മുടെ ശരീരത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമീപന രീതി കൂടിയാണ് ഈ കാവ്യം. അത് ആസ്വദിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അത് കൊണ്ടുവരികയെന്നത്. അതുകൊണ്ട് തന്നെ ആ കാലത്തിലെ പണ്ഡിതന്മാരത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ആ വരികളുടെ അർത്ഥം പറയാൻ എൻ്റെ സദസ്സും സമയവും പോരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഇർതകബ്തു അലൽ ഖത്വാ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു പദമാണത്. ഇതിൻ്റെ വിശദമായ നല്ലൊരു പരാമർശം എൻ്റെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്നത് മാത്രം വിശദമായി കേൾക്കാനുണ്ട്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ചെറിയൊരു വാചകത്തിൽ അതൊന്ന് ചുരുക്കി പറയാം. എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഏത് നിമിഷവും പറയാവുന്നൊരു പൊതുവായ പ്രയോഗമാണ് ഇർതകബ്തു അലൽ ഖത്വാ. ഞാൻ ഇന്നിവിടെ വരുമ്പോൾ ഇശാഇന്റെ ജമാഅത്ത് നടക്കുകയാണ്. ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് പള്ളി നിറയെ ആളുണ്ട്. ജമാഅത്തായിട്ട് ഞാനും ആ ജമാഅത്തിൽ കൂടി ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദിന്റെ കൂടെ ഈ ജമാഅത്തിൽ പങ്കെടുത്തു നിസ്കരിച്ചു. അതിനുശേഷം നമ്മളിവിടെ പരിപാടി ആരംഭിച്ചു. ഈ പരിപാടിയൊക്കെ അങ്ങനെ നടക്കുകയാണ്. അതുമുതൽ ഈ സമയം വരെ, ഞാൻ ഈ സ്ഥലത്തെത്തിപ്പെട്ടതിന് ശേഷമുള്ള ഈ സമയം വരെ നമ്മൾ ഓരോരുത്തരും ചെയ്തതൊക്കെ സുഹൃതമാണ്. നമ്മൾ ആരെയും ചീത്ത വിളിക്കുകയോ അനാവശ്യം പറയുകയോ അസഭ്യം പറയുകയോ തെറ്റായതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ചും എനിക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹത്തെക്കുറിച്ചും അറിയുന്ന സമയത്ത് ഞാൻ ഈ ചെയ്തതൊക്കെ പോരാത്തതാണ്. അതൊന്നും ആയിട്ടില്ല. ഇത് ഒരു നല്ല മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. അപ്പൊ ഞാൻ നേരത്തെ നിസ്കരിച്ചതിനെ കുറിച്ച് ഞാൻ പറയുന്നു, ഇർതകബ്തു അലൽ ഖത്വാ, കുറേ പോരായ്മ ചെയ്തു പോയി. പടച്ചോനെ സ്വീകരിക്കണേ, വല്ല തെറ്റൊക്കെ പൊറുക്കണേ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബഹുമാന്യനായ, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, ഈ നാട്ടുകാരായ ഓരോരുത്തരും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ഉസ്താദ് അവറുകളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് സങ്കല്പിക്കുക. എനിക്കാകാവുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും പലഹാരങ്ങളും ഒക്കെ ഞാൻ തയ്യാറാക്കി, പരമാവധി ഞാൻ ഉഷാറാക്കി. ഉസ്താദ് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആശങ്ക, പടച്ചോനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായോ പ്രയാസായോ. ഇത് മാന്യതയുള്ള മനുഷ്യരുടെ പൊതുബോധമാണ്. ഈ പൊതുബോധത്തിൽ പറയാവുന്ന ഒരു പദപ്രയോഗമാണ് ഇർതകബ്തു അലൽ ഖത്വാ. പടച്ചോനെ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാ, എന്തെങ്കിലും ഉണ്ട് പൊരുത്തപ്പെടണേ. ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ്, എന്തൊക്കെയോ അയ്യും കണക്കൊന്നുമില്ല, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഒന്നും ശരിയായി എന്നൊന്നും പറയാൻ ഒന്നുമില്ല. അതുകൊണ്ട് എന്തു വേണം? ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ സയ്യിദി ഖൈറൻ നബി. അതാണ് ഈമാനിക ബോധം. എപ്പോഴും നബിതങ്ങളോട് കണക്ട് ചെയ്യുക. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയല്ലേ, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. നബിതങ്ങളെ സമീപിക്കുക, നബിതങ്ങളെ സമീപിക്കുക, നബിതങ്ങളോട് പറയുക എന്നത് ഈമാനുള്ളവരുടെ ശൈലിയാണ്. ആ സമയത്ത് ഈമാൻ ഇല്ലാത്തവരുടെ ശൈലിയാണ് ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അവർക്ക് അത്ര അങ്ങ് വേണ്ട, അല്ലാഹ്ക്ക് സുജൂദ് ചെയ്താൽ മതി എന്നാണ് അവരുടെ ഭാഷ. പണ്ടേ തുടങ്ങിയ ഒരു ശൈലിയാണ്. നിങ്ങൾ നോക്കൂ, ചില ആൾക്കാർക്ക് അവരുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരാളെ അവരുടെ വാർഷികം എല്ലാ കൊല്ലവും കൃത്യമായി അവർ കൊണ്ടു നടും.
അവരുടെ ഒരു പ്രസ്ഥാനത്തിന്റെ സമീപകാലത്ത് മരിച്ചുപോയൊരു നേതാവിനെ യഥേഷ്ടം അവർ പാടിപ്പുകഴ്ത്തും. വർഷാവർഷം അവരെ അനുസ്മരിച്ച് അവർ ചടങ്ങുകൾ നടത്തും. അതേ കൂട്ടർക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസവും ദിവസവും വരുമ്പോ ആശങ്കകളും സംശയങ്ങളും. അത് രോഗമാണ്. രോഗമില്ലാത്ത ആരോഗ്യമുള്ള മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കണം. അത് വിവാഹാഘോഷത്തിൽ വേണം. പക്ഷേ ഇത് മാറ്റി നിർത്തിയാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താ? പെൺകുട്ടിയുടെ റൂമിൽ തലേ ദിവസം ആളാണ്. ആരാണ്? ഫ്രണ്ട്സാണ്. ആരാണ് ഫ്രണ്ട്സ്? 20 വയസ്സായ 22ആയ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് കൂടെ തലേ ദിവസം റൂമിൽ ഒരുമിച്ച് കൂടിയത് ഫ്രണ്ട്സാണ്. ആര്? ക്ലാസ്മേറ്റ്. എവിടെയോ ഡോക്ടറായിരിക്കുന്ന, എഞ്ചിനീയറായിരിക്കുന്ന, അല്ലെങ്കിൽ ഏതോ കഫ്റ്റീരിയയിൽ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ക്ലാസ്മേറ്റ് എന്ന അഡ്രസിന്റെ പേരിൽ ഈ പെണ്ണിന്റെ കൂടെ അന്യപുരുഷൻ ഒത്തുചേരാമെന്ന് വിശ്വസിക്കുന്ന മണ്ടത്തരം, ഈ മണ്ടത്തരം പുൽകാൻ മാത്രം നമ്മൾ എന്ത് പാതകമാ ചെയ്തതെന്റെ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ട് ഫാഷൻ എന്ന മതത്തിന്റെ വക്താക്കളായാൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണിത്. ഈ അബദ്ധങ്ങളുടെ മുമ്പിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നുകൊണ്ട് ഇസ്ലാം മതി എന്ന് പഠിക്കുന്നൊരവസ്ഥ വേണം. അത് തീരുമാനിക്കുന്ന അവസ്ഥ വേണം. കല്യാണമായാൽ പിന്നെ അന്യപുരുഷനും അന്യ സ്ത്രീയും സംഗമിക്കുന്ന വേദികൾക്ക്, സംഗമിക്കുന്ന ഇടങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ സ്വയമേവ തിരുത്തണം. അത് അന്തസ്സാണ്. അത് നിലവാരമാണ്. സ്ത്രീയും അന്യപുരുഷനും അന്യ സ്ത്രീയും സംഗമിക്കുന്നത് ചിലരൊക്കെ കരുതുന്നത് അത് അവിശ്വാസം കൊണ്ടാണ്, വിശ്വാസക്കുറവ് കൊണ്ടാണ്. അല്ല, വിശ്വാസക്കുറവല്ല, പ്രൊട്ടക്ഷനാണ്. ബുദ്ധി എന്നാണ് അതിന് പറയുക. മനുഷ്യന്റെ വിവേകം എന്നാണ് അതിന് പറയുക. മനുഷ്യൻ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നവനാണ് എന്നാണ് അതിന് പറയുക. അത് അവിശ്വാസമല്ല, വിശ്വാസക്കുറവല്ല. പിന്നെ ചിലരൊക്കെ പറയും ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ താല്പര്യം തോന്നുന്നത് ഞരമ്പ് രോഗമാണ്. അല്ല, പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ തോന്നുക എന്ന് പറയുന്നത് ആരോഗ്യമാണ്, രോഗമല്ല. പക്ഷെ എന്തു വേണം? അന്യ സ്ത്രീയെ നോക്കുന്നത് ഹറാമാണ്. ദുനിയാവിലും വഷളാകും, ആഖിറത്തിലും വഷളാകും. അതുകൊണ്ട് അന്യ സ്ത്രീയെ നോക്കാതെ ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ വിവാഹം ചെയ്ത് ആസ്വദിച്ചാഘോഷിച്ച് ജീവിക്കാൻ മനുഷ്യൻ പഠിക്കണം. അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാതെ കല്യാണവും കഴിക്കൂല, 20-25 വയസ്സായിട്ട് ഈ ആണും പെണ്ണും ഇങ്ങനെ കല്യാണം കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗമിച്ച് നടന്നാൽ അബദ്ധം സംഭവിച്ചിട്ട് പിന്നെ അരുത് എന്ന് പറയുന്നത് പൂച്ചയുടെ മുമ്പിൽ നല്ല പൊരിച്ച ആവോലിയുടെ അവക്കോറിയുടെ പൊരിച്ച കഷ്ണം കൊടുത്തിട്ട് മുള്ളു തിന്നണം, ബാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം പോലെയാണ്. അതൊരു വഷളത്തരമാണ്, ബുദ്ധിശൂന്യമാണ് ആശയം. ഹെൽമറ്റ് ധരിക്കണമെന്ന നിയമം എല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ 15 കൊല്ലമായി അല്ലെങ്കിൽ 20 കൊല്ലമായി 2 വീലർ ഉപയോഗിക്കാൻ ലൈസൻസ് കിട്ടിയിട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഒരു തവണ പോലും ഞാൻ എൻ്റെ 2 വീലറിൽ നിന്ന് വീഴാതെയാണ് 20 കൊല്ലവും ഞാൻ ഏകദേശം 5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ച് 2 വീലർ ഓടിച്ചത്. ഞാൻ അവകാശപ്പെടുകയാണ്. ഒറ്റ തവണ പോലും ഞാൻ വീണിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, ഞാൻ ഹെൽമെറ്റ് ധരിക്കണ്ടല്ലോ, അംഗീകരിക്കോ? ഇല്ല. എന്തുകൊണ്ട്? എന്തേ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ, ഞങ്ങൾ ക്ലാസ് റൂമിൽ പരസ്പരം ഒന്നിക്കാറുണ്ട്, ഒന്നും തോന്നാറില്ല എന്ന് പറയുന്നത് എന്ത് മങ്കത്തരമാണ്? ശരിയാണോ അത്? നിങ്ങൾക്ക് ബയോളജി അറിയില്ലേ? ബയോളജിക്കലി ഒരു പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക എന്ന് പറയുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് അറിയില്ലേ? സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മൈൻഡ് റിയാക്ഷനാണത്, മനസ്സിന്റെ പ്രതിഫലനമാണത്. ഈ എഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സമയത്ത് സഹോദരിയുടെ മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ള ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് പുരുഷനോട് താല്പര്യം തോന്നുക എന്ന് പറയുന്നത്.
അതുപക്ഷേ ഇപ്പോഴൊക്കെ വളർന്നു വരുന്ന പെൺകുട്ടികളൊക്കെ സ്ലിം ബ്യൂട്ടി എന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണാം. 13, 14, 15 വയസ്സാകുമ്പോൾ പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആവശ്യമായ ഹോർമോണൽ എൻഹാൻസ്മെന്റ്, ഹോർമോണലായുള്ള വളർച്ച അതില്ലാതെ പോകും. അതില്ലാതെ പോയാൽ ശരിയായ സെക്ഷൽ ലൈംഗികമായ പക്വത അതിരവരിൽ ഇല്ലാതെ പോകും. അങ്ങനെ ഇല്ലാതെ പോയാൽ പിന്നീട് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നതിനൊരു ഡൈവേർഷൻ ഉണ്ടാകും. ആ ഡൈവേർഷനാണ് ഇന്ന് കാണുന്ന ലെസ്ബിയനും അതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളൊക്കെ. അത് നല്ലതല്ല, അത് നിങ്ങളുടെ രോഗലക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അത് അന്തസ്സാണെന്ന് കരുതുകയും അതിങ്ങനെ മാലോകര മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ ചാണകത്തിൽ വീണിട്ട് അത് ആഘോഷിക്കുന്നത് പോലെയാണ്. വഷളത്തരം ആഘോഷമാക്കരുത്. അജ്ഞതയൊക്കെ ഉണ്ടാകാം, അജ്ഞത ആഘോഷമാക്കരുത്. അത് വളരെ മോശമാണ്, വഷളാണത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നാം ഇസ്ലാം എന്ന് പറയുന്നതിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് ഏത് വഷളന്മാർക്കും കയറി നിരങ്ങാൻ പറ്റും. അതുകൊണ്ട് അതിനുള്ള പരിഹാരം കൂടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആദർശം ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കളിലും നടപ്പിലാക്കിയതിൻ്റെ ഒരു ഫോർമുലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഏതൊക്കെ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങൾ മുഴുവനായും, ആ മൂല്യങ്ങൾ പൂർണ്ണമായും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കാനുള്ള ഏറ്റവും നല്ല എൻട്രൻസ് ആണ്. നല്ലൊരു ലീഡർ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നത് ആ നേതാവിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, ആ നേതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ബക്രി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കറമി. ഏറ്റവും വലിയ ബഹുമാനമുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളെയും നമ്മൾ പഠിക്കണം. സ്വാലിഹീങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകണം. സ്വാലിഹീങ്ങളുടെ പാതയിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ഈ ലൈഫ് ബോഗി കണക്ട് ചെയ്യേണ്ടത് നല്ലവരിൽ നിന്ന് നല്ലവരിലേക്കാണ്. അങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ആഘോഷമാക്കി കൊണ്ടു നടക്കേണ്ടത് ഇസ്ലാമിൻ്റെതാണ്. അല്ലാതെ മറ്റേതെങ്കിലും ഫാഷന്റെ ആഘോഷങ്ങളെ മതമാക്കുന്നത് അത് പരാജയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബറക്കത്തിന് വേണ്ടി ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലായി ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹുദിന്റെ തായ്വരയിൽ നിന്ന് ഉഹുദിന്റെ മേലേക്ക് അവിടുത്തെ ഇങ്ങനെ 10-11 പേര് ചേർന്ന് കൊണ്ടുപോകുന്നൊരു അത്യപൂർവ ചരിത്ര നിമിഷം. അഥവാ ശത്രുക്കൾ നബിതങ്ങൾക്കെതിരെ ആയുധമേന്തുകയാണ്, അമ്പെയ്യുകയാണ്, കുന്തമെറിയുകയാണ്, പാഞ്ഞെടുക്കുകയാണ്. നബിതങ്ങളെ ചുറ്റിലുമുള്ളത് 11 പേര് മാത്രമാണ്. അതിൽ 10 പേരും അൻസ്വാരികളാണ്, ഒരാൾ മാത്രം മുഹാജിറാണ്. അത് ബഹുമാനപ്പെട്ട ത്വൽഹത്തുനിൽ ഖൈർ റളിയല്ലാഹു അൻഹുവാണ്. 11 പേരിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ചാടി ശത്രുക്കളുടെ മുമ്പിലേക്ക് നിന്നിട്ട് അമ്പ് തടുക്കാൻ നിൽക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ത്വൽഹയോട് പറഞ്ഞു, ബേക്കിൽ നിൽക്കൂ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി 10 പേരും മരിച്ചു വീഴുകയാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും തറഞ്ഞു മുറിഞ്ഞ് മരിച്ചു വീഴുന്ന സമയത്ത് അവസാനം ത്വൽഹ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ മുമ്പിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഓരോ അമ്പും ഓരോ ശരങ്ങളും ഏൽക്കുകയാണ്.
കൈകൊണ്ട്, നെഞ്ചുകൊണ്ട്, തലകൊണ്ട് ഓരോന്നേറ്റപ്പോ ശരീരത്തിൽ മുറിവേറ്റും മാരകമായ അതിഗൗരവമുള്ള മുറിവുകളേറ്റു വീഴുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് നബിതങ്ങളെ കാണുന്നത്. ഓടി വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, ത്വൽഹയുടെ പക്ഷത്തേക്ക് ചെല്ലൂ, ത്വൽഹ വീണിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഒറ്റനോട്ടത്തിൽ ജീവൻ പോയ പോലെ ശരീരം ചലനറ്റുപോയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്ങിയെടുത്ത് കൊണ്ടുവരുമ്പോഴേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ മാരക മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു പോയിരിക്കുന്നു. മുത്തുനബി തങ്ങളുടെ തിരുകരങ്ങളെ കൊണ്ടുള്ള തലോടൽ ലഭിക്കുമ്പോഴേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു ശാന്തിയുണ്ടാകുന്നു. ആ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയിരുന്ന ജീവൻ, അതേ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു വല്ലാത്തൊരു പ്രതീതി വരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പലപ്പോഴും നബിതങ്ങൾ പറയും, അതേ ദുനിയാവിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തൊരാളെ കാണണോ, ഇതാ ത്വൽഹയെ നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ആ നിമിഷം ചരിത്രം വർണ്ണിക്കുന്ന സമയത്ത്, ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധന്യരാണ്. മുത്തുനബി തങ്ങളുടെ പേരിൽ ആഘോഷിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു. അവിടുത്തെ പേരിൽ ഇതാ നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്നു. അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആദർശം സ്വഹാബത്ത് മുതൽ താബീകൾ മുതൽ തബഅ